Hello everyone, welcome to Busy Bossy Mom. ഹലോ, ബിസി ബോസി മോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വലിയ നാടകീയമായിട്ടൊന്നും തുടങ്ങാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുകയാണ്. ഞാൻ UK-യിലാണ് ജീവിക്കുന്നത്. എൻ്റെ ഫാമിലി ഇവിടെയുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും എൻ്റെ കൂടെയുണ്ട്. ഞാനിവിടെ പലരെയും പോലെ ഇവിടെ ഒരു നഴ്സായിട്ടാണ് നാട്ടിൽ നിന്ന് വന്നത്. കറന്റ്ലി ഞാനൊരു NICU നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ബേസിക്കലി ഈ ചാനൽ തുടങ്ങിയത് ജസ്റ്റ് ഞാൻ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ യാത്രകൾ പോകുമ്പോൾ എടുക്കാറുണ്ട്. നിങ്ങൾ പലരും അങ്ങനെയായിരിക്കും. അപ്പം അതേപോലെ ഞാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണമെന്ന് തോന്നും. എനിക്കതിനൊരു പ്ലാറ്റ്ഫോം ഇല്ല. ബിക്കോസ് ഞാനൊരു നഴ്സാണ്. അപ്പം എനിക്കിത് പോയിട്ട് വേറെ മാക്സിമം പോയാൽ ഇത്ര എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനൊക്കെ കാണിക്കാൻ പറ്റുമായിരിക്കും. അല്ലാതെ വേറൊരു വലിയൊരു മീഡിയം ഇല്ലല്ലോ. അപ്പം എനിക്ക് എൻ്റെ എന്ത് പറയുന്നേ ഫോട്ടോ എടുക്കാനുള്ള മിടുക്കോ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ഒരു സാധാരണ വ്യക്തിയെ പോലെ പലതും ഷൂട്ട് ചെയ്യാറുണ്ട്. ചിലപ്പം എനിക്ക് ഭയങ്കര എൻ്റെ അറ്റൻഷൻ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഞങ്ങൾ ഇവിടെ UK-യിൽ പോകുന്ന സ്ഥലങ്ങൾ ഒക്കെ നിങ്ങളെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ ഉള്ളവരെ കാണിക്കാനും അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ ബേസിക്കലി തുടങ്ങിയിരിക്കുന്നത്. ചില ഹിസ്റ്റോറിക് പ്ലേസസിലൊക്കെ പോകുമ്പോൾ അവിടത്തെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ അറിയുമല്ലോ. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യാനായിട്ടും അത് അറിയാത്തവരുണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യാനായിട്ടും അങ്ങനെ പിന്നെ അതുപോലെ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങള് എല്ലാം ഒന്നും നമ്മൾ പറയില്ലായിരിക്കും, പക്ഷെ പറയാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പിന്നെ ചില കാര്യങ്ങൾ ടിപ്സും ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെ നമ്മള് നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടെ അച്ചടക്കത്തിൽ കൊണ്ടുപോകുന്നത്. വേറൊരു രാജ്യത്ത് വന്ന് ജീവിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ജസ്റ്റ് അവയർനെസ് പോലെയും. അതുപോലെ ഞാൻ എൻ്റെ പ്രൊഫഷൻ NICU ആണ്. അപ്പൊ നിയോനേറ്റൽ ന്യൂ ബോൺസിനെ ടേക്ക് കെയർ ചെയ്യുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് കുറച്ച് അറിവുണ്ടായിരിക്കും. എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നിന്നുള്ള അറിവുകൾ ഷെയർ ചെയ്യുക, ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ വലിയ സംഭവങ്ങളൊന്നുമല്ല. ഞാനങ്ങനെ അവകാശപ്പെടാൻ ഞാൻ ആരുമല്ല. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാനൽ, സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ്, സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ്, കുറച്ച് എക്സ്പീരിയൻസസ്, കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ ഗോയിങ് ഫോർവേഡ് നിങ്ങൾ ചാനൽ ആൾക്കാർ കൂടുതലായിട്ട് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ, അത് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ സംസാരം ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാം. അപ്പൊ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാനൊരു എക്സൈറ്റിംഗ് പ്ലേസിന്, ഒരു നല്ലൊരു വില്ലേജ്, ഒരു സൂപ്പർ വില്ലേജിനെ കുറിച്ചാണ് ഈ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. അവിടെ അധികം ക്രൗഡഡ് അല്ല, അവിടെ അധികം വിസിറ്റേഴ്സ് ഇല്ല. പക്ഷെ UK-യിൽ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കുറേ ഇന്ത്യൻസിനെയും അതുപോലെ തന്നെ മറ്റു നാഷണാലിറ്റീസിനെയും ഒക്കെ കുറേ കാണാറുണ്ട്. പക്ഷെ ഈ ഒരു പ്ലേസിൽ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജിൽ അങ്ങനെ അത്ര വിസിറ്റേഴ്സിനെ കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇത് അത്രയ്ക്കും അറിയപ്പെടാതെ കിടക്കുന്ന, ചിലപ്പം ഹിഡൻ ജെം എന്നൊക്കെ പറയുന്ന പോലെ, ഹിഡൻ ജെം ആയിരിക്കില്ല എങ്കിലും ഹിഡൻ ജെം എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഇത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തേ പറ്റൂ. അവിടെ കൂടുതൽ വിസിറ്റേഴ്സ് ചെല്ലണം, എല്ലാവരും ഈ ബ്യൂട്ടി കാണണം എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തപ്പം ആ പ്ലേസ് വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ ഞാൻ ഓർത്തായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ. എനിക്ക് ഉറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ പ്ലേസ് ഇഷ്ടപ്പെടും. പിന്നെ അവിടെ ഒരു സർപ്രൈസ് ഉണ്ട് ആ പ്ലേസിനെ കുറിച്ച്. അത് നിങ്ങൾ തംബ്നെയിൽ ശ്രദ്ധിച്ചു കാണും. അത് തന്നെയാണ് ആ പ്ലേസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. യെസ്, അവിടെ വാഹനങ്ങൾ അലൗഡ് അല്ല. വില്ലേജിനകത്ത് പോസിബിളും അല്ല. ഒരു സൈക്കിൾ പോലും അവിടെ കൂടെ ഓടിക്കാനായിട്ട് ഒരു സാധാരണ വ്യക്തിക്ക് പറ്റത്തില്ല. എക്സ്പെർട്സിന് പറ്റുമായിരിക്കും, പക്ഷെ സാധാരണ ആൾക്കാർക്ക് സാധിക്കത്തില്ല. അത്രയ്ക്കും എന്താ പറയുക, ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അതൊരു ഡിഫറെൻറ്റ് വില്ലേജ് ആണ്. അതൊരു ഫിഷിംഗ് വില്ലേജ് ആണ്. വില്ലേജിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഞാൻ വീഡിയോയുടെ കൂടെ അല്ലെങ്കിൽ അതിനും ജസ്റ്റ് മുമ്പായിട്ട് ഞാൻ പറയാം. സോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഗോയിങ് ഫോർവേഡ് ഓൾസോ മേ ബി ഐ വിൽ ഇംപ്രൂവ്. ചിലപ്പം അറിയത്തില്ല, ഞാൻ അത്ര വലിയ ടെക്കിയൊന്നും അല്ല. സോ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. യു ക്യാൻ ഓൾസോ ഗിവ് മീ സജഷൻസ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ ലിമിറ്റഡ് ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസ് ഞാൻ വരുത്തും. അല്ലാത്ത ഒരു തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക.
കാരണം ആദ്യമേ തന്നെ എനിക്ക് നെഗറ്റീവ് കമൻസ് ഇട്ട് എന്നെ തകർക്കരുത്. എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. എൻ്റെ പോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, അത് ചില കോമൺ ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടായിരിക്കും, ചിലർക്ക് ഇച്ചിരി മോട്ടിവേഷൻ വേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. പിന്നെ എൻ്റെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഡൗൺ ആവാറുണ്ട് പല ടൈമുകളിലും. എനിക്ക് തന്നെ പലപ്പോഴും മോട്ടിവേഷൻ ആവശ്യമുണ്ട്. ഞാൻ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കാണാറുണ്ട്, ബുക്സ്, അങ്ങനത്തെ ബുക്സൊക്കെ വായിക്കാറുണ്ട്. ബട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ, ഞാനങ്ങനെ ഇതൊക്കെ ഓവർകം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ നെഗറ്റീവ് കമൻസ് ഒന്നും ഇട്ട് ആരും തകർക്കരുത്. ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെങ്കിൽ എനിക്ക് സജഷൻസ് ഒക്കെ തന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ പോയി കാണാം. സോ അങ്ങനെ ഞങ്ങൾ ക്ലവല്ലി വില്ലേജിൻ്റെ കാർ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. വളരെ വിസ്തൃതിയുള്ള ഒരു കാർ പാർക്കിംഗ് ആണ്. 2 ഏരിയയിലായിട്ട് ഒരു കാർ പാർക്ക് ഉണ്ട്. അതിനോട് ചേർന്ന് നമ്മുടെ വിസിറ്റിംഗ് ഇൻഫർമേഷൻ സെൻ്ററാണ്. വിസിറ്റിംഗ് സെൻറ്ററിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അവിടെ നമുക്ക് ചെറിയ ഡെവോണിലെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള അട്രാക്ഷൻസിൻ്റെ ഒക്കെ ഒരു പിക്ചർ അവിടെ കണ്ടു. അതുപോലെ ഈ ക്ലവല്ലി വില്ലേജിൻ്റെ ഒരു മാപ്പും. ഇനി നമുക്ക് വിസിറ്റർ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. 2 ഫ്ലോറിലായിട്ടാണ് വിസിറ്റർ സെൻറ്റർ. ഇതിൽ നമുക്ക് ടോപ്പ് ഫ്ലോറിൽ നമുക്ക് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ആ ടിക്കറ്റ്സ് എടുത്ത് നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങണം. അവിടെ നമുക്ക് പോസ്റ്റ് കാർഡ്സും സൂവനീഴ്സും ഒക്കെ വാങ്ങിക്കാം, കുറേ ഗിഫ്റ്റ് ഐറ്റംസും. ഇനി ഇവിടുന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു വീഡിയോ ടൂർ ഇവർ നമുക്ക് ഈ ക്ലവല്ലി വില്ലേജിനെ കുറിച്ച് തരുന്നുണ്ട്. ആ ഒരു സെക്ഷനിലേക്കാണ്. ക്ലവല്ലി വില്ലേജിന്റെ ഡീറ്റെയിൽസ് പറയാം. ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് നോർത്ത് ഡെവോണിലാണ്. അപ്പോൾ ഞങ്ങൾ ഡെവോണിൽ പോയപ്പോൾ അവിടുത്തെ ഇൻട്രസ്റ്റിംഗ് പ്ലേസസ് ഏതാണെന്നൊക്കെ നോക്കിയപ്പോൾ അതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയ സ്ഥലമാണ് ഈ ക്ലവല്ലി. അപ്പം ക്ലവല്ലി വില്ലേജ് ഒരു പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ള വില്ലേജാണ്. ഇത് ഒരു 13th സെഞ്ചുറി തൊട്ടുള്ള ഒരു ഫിഷിംഗ് വില്ലേജാണ്. ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ, അത് ആ കാലഘട്ടത്തിൽ അവർ എങ്ങനെയാണോ അത് ഉണ്ടാക്കി എടുത്തത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു പ്ലേസ് ആണിത്. അപ്പം ഈ വില്ലേജിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി പെക്യുലാരിറ്റീസ് പറഞ്ഞതിൽ ഞാൻ പറഞ്ഞായിരുന്നു, വാഹനങ്ങൾ അലൗഡ് അല്ല. ഡീപ്പ് പാത്വേ ആണ് കേട്ടോ, ഒരു ഭയങ്കര കുത്തിറക്കമാണ്, ഒരു ഹില്ലി ഒരു റീജിയനാണ്. അപ്പോൾ ആ വില്ലേജിൽ ഈ ഹില്ലിലാണ് അവരുടെ വീടുകളെല്ലാം. ഹില്ല് ചെന്ന് അവസാനിക്കുന്നത് ഒരു ഹാർബറിൽ. ഫിഷിംഗ് ആയിരുന്നു ഇവരുടെ മെയിൻ ഒക്യുപ്പേഷൻ. ഇപ്പോഴും അവിടെ ബോട്ട്സ് ഒക്കെ കിടപ്പുണ്ട്, ഫിഷിംഗ് ഉണ്ട്. ജസ്റ്റ് ഫോർ ദ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരിപ്പോൾ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ കോബിൾ പാത്വേ, അതായത് ഉരുളം കല്ലുകളാണ് ആ പാത്വേ, ആ വഴി മുഴുവൻ. നമുക്കപ്പം വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ നടക്കാൻ. കാലിനൊക്കെ പ്രശ്നമുള്ളവർക്ക് അവിടെ ട്രാവൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവിടെ അധികം തിരക്കില്ലായിരുന്നത് കേട്ടോ. ചെറുപ്പക്കാർക്കും പിന്നെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തവർക്കും ഒക്കെ, പിള്ളേർക്കും ഒക്കെ സൂപ്പർ ഇഷ്ടപ്പെടും. ഇപ്പം ബൂട്ട്സ് ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ വാക്ക് ചെയ്യാനായിട്ട്. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. എവിടെ നിന്നാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നും. എവിടെ നിന്നാലും നമുക്ക് കടലിലേക്ക് ഒരു വ്യൂ ഉണ്ട്. ബ്രിസ്റ്റോൾ ചാനലാണ് എനിക്ക് തോന്നുന്നു, ബ്രിസ്റ്റോൾ ചാനലാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു കടലിങ്ങനെ കയറി വന്നിട്ട് നമുക്കപ്പോൾ കാണാൻ പറ്റും. അപ്പുറത്തൊരു എന്തോ കരയുള്ള പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കാം. നമുക്ക് വീഡിയോയിൽ കാണാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങൾ അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം 13th സെഞ്ചുറിയിൽ നിർമ്മിക്കപ്പെട്ടു. അതിനുശേഷം അതേപോലെ വലിയ മാറ്റങ്ങളും ഡാമേജും ഒന്നും ഇല്ലാതെ അതുപോലെ കണ്ടിന്യൂ ചെയ്തു. mid 18ൽ അത് ഒരു ഫാമിലിക്ക്, ഒരു പ്രൈവറ്റ് ഓണർഷിപ്പിലേക്ക് പോയി. ഹാംലിൻ ഫാമിലി, അങ്ങനെയാണ് ആ ഫാമിലി അറിയപ്പെടുന്നത്. ഈ ഫാമിലി ഈ പറയുന്ന വില്ലേജിലല്ല താമസിക്കുന്നത്. അവർക്ക് ഇതിന്റെ ഔട്ട് സൈഡിൽ, വില്ലേജിന് ഔട്ടായിട്ടൊരു വലിയൊരു ഒരു മാനർ ഉണ്ട്, ഒരു വലിയൊരു ബിൽഡിങ്ങിൽ. അതാണ് അവരുടെ പ്ലേസ്. പിന്നെ ഈ വില്ലേജിന് ഒരു സ്വന്തമായിട്ടൊരു ചർച്ച് ഉണ്ട്. വേറെ എന്താണ് അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്? ഓക്കെ, എല്ലാ വീടുകളും
എല്ലാ വീടുകളും ബ്യൂട്ടിഫുൾ ആണ്. എല്ലാത്തിനും വൈറ്റ് പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഗ്രീസിലൊക്കെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ കാണാറില്ലേ, ഇതിന്റെ ഡോർസ് ഒക്കെ ആണെങ്കിൽ എല്ലാ വീടിനും ഓരോരോ ഡിഫറെന്റ് കളർ ഡോർസ് ഒക്കെയാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. അവരത് അട്രാക്റ്റീവ് ആക്കി എടുത്തിട്ടുണ്ട് ആൾക്കാരെ വീണ്ടും അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. സമ്മർ ആണ് ഐഡിയൽ ടൈം പോകാനായിട്ട്, വിസിറ്റ് ചെയ്യാനായിട്ട്. കാരണം അവിടെ സൂപ്പർ ആണ്. ഞാൻ അവിടെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വീടിന്റെ വാതിൽക്കൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു. അവിടുത്തെ മോഡ് ഓഫ് എന്താ ഈ ട്രാൻസ്പോർട്ടേഷൻ ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാർക്ക് നടന്നേ അവിടെ എത്താൻ പറ്റുള്ളൂ വില്ലേജിൽ കൂടെ. പക്ഷെ അവരുടെ സാധനങ്ങളൊക്കെ അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഡോങ്കീസിനെ ഒരു ഇതായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സ്ലെഡ്ജസ് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. പിന്നെ 2-3 വീടുകളുണ്ട് നമുക്ക് ആക്ച്വലി കയറി കാണാനായിട്ട് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്ന എക്സിബിഷൻ പോലെയുള്ള വീടുകൾ. അവരുടെ പഴയ കാലഘട്ടത്തിൽ അവരെങ്ങനെയാണ് അവിടെ ജീവിച്ചതെന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതും ഞാൻ എന്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. പിന്നെ അവിടെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ 2-3 റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. റെസ്റ്റോറന്റ് ഇല്ല, 2 ഹോട്ടലുണ്ട്. റെഡ് ലയൺ ഹോട്ടലും ഹോട്ടൽ ഇൻ, അങ്ങനെ അത് രണ്ട് ഫേമസ് ഹോട്ടൽസ് ഉണ്ട് അവിടെ. പിന്നെ ഇൻഫർമേഷൻ സെന്ററിൽ ഒരു കഫേ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് വിശന്നും ദാഹിച്ചു ഒന്നും ഇരിക്കത്തില്ല, നമുക്ക് ഫുഡൊക്കെ കിട്ടും. പിന്നെ നമ്മൾ കയറ്റമൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് താഴെയാണ് റെഡ് ലയൺ ഹോട്ടൽ, ഈ ഹാർബറിലാണ്. അവിടെ ചെല്ലുമ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും. അത്ര എക്സ്പെൻസീവ് ഒന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് സ്നാക്സ് ആണ് വാങ്ങിച്ചു കഴിച്ചത്. അവിടെ പാസ്ട്രീസ് ഉണ്ടായിരുന്നു, അതുപോലെ ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. അത്രയ്ക്കൊക്കെ വിശപ്പേ നമുക്ക് തോന്നുള്ളൂ. ഒരുപാട് ഏരിയ ഒന്നും ഇല്ല, ഇത് കുറച്ച് ചെറിയ ഏരിയ ഉള്ളൂ. പക്ഷെ അത് വെൽ മെയിൻറ്റൈൻഡ് ആണ് അത്രയും ഏരിയ. ഇപ്പോഴും അവിടെ ഒരു 300 റെസിഡൻസേ ഉള്ളൂ. അവരൊക്കെ അവിടെ ജോലി ചെയ്ത് അവിടെ തന്നെ ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ്. അവരുടെ ഫാമിലി ഒക്കെ അവിടെ തന്നെ. എല്ലാവർക്കും അവിടെ തന്നെ ജോലിയുണ്ട്. എന്ത് രസമല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പം ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്നവർക്ക് ടൂറിസ്റ്റ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നത് ആൾക്കാർ തന്നെ ജീവിച്ചൊക്കെ വേണം ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. പഴയ പഴയ നന്മകളൊക്കെ പ്രിസർവ് ചെയ്ത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്കത് തോന്നിയത്. പിന്നെ അവിടെ നമ്മൾ ഇൻഫർമേഷൻ സെന്ററിൽ നമുക്ക് ഇതിനെ കുറിച്ചൊരു വീഡിയോ ടൂർ ഉണ്ട്. ആ ടൂറിൽ നമുക്കൊരു ഐഡിയ കിട്ടും. അവിടെ ഷോപ്പിംഗ് സെന്റർ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് തിരിച്ച് ഹാർബറിലൊക്കെ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് തിരിച്ച് മുകളിലേക്ക് വരാനായിട്ട് ഐദർ നമുക്ക് വാക്ക് ചെയ്യാം, പറഞ്ഞ സ്ഥലത്തൂടെ തന്നെ വാക്ക് ചെയ്ത് തിരിച്ചെത്താം. അതൊരു നല്ല കയറ്റമാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വില്ലേജിന്റെ ഔട്ട്സൈഡിൽ കൂടെ ഇവരുടെ തന്നെ പ്രൈവറ്റ് വെഹിക്കിൾ ഉണ്ട്. അതിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. വില്ലേജിനകത്തില്ല, വില്ലേജിന് ഔട്ട്സൈഡ്. അപ്പൊ അങ്ങനെ ഒരു ആക്സസും കൂടെ ഉണ്ട്. അപ്പം ഹാർബറിൽ വന്ന് ഇരിക്കേണ്ടവർക്കും വരാം. ഇങ്ങനൊരു വേറൊരു വഴിയുണ്ട്. എല്ലാ വീടിനും ചുറ്റും ഒരു നല്ല ഒരു പ്രോപ്പർ ഗാർഡൻ ഉണ്ട്. എല്ലാ വീട്ടിൽ നിന്നും ഈ പറയുന്ന താഴെയുള്ള സീയിലേക്ക് ഒരു വ്യൂ ഉണ്ട്. സീ സൈഡ് ആണല്ലോ ഇത്. അതൊക്കെ ഒരു എന്താ പറയുന്നത്, നമുക്ക് അവിടെ പോയി ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലത്. അങ്ങനെ കൊതി വരുന്ന ഒരു സ്ഥലത്ത്, ഒരു ഫെയറി ടെയിൽ വില്ലേജ്. യെസ്. അപ്പൊ ശരി, വീഡിയോ കണ്ടു നോക്കൂ. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് ഇൻഫർമേഷൻ സെൻറ്ററിലെ വീഡിയോ ടൂർ തരുന്ന ഒരു ചെറിയ തിയേറ്ററിലാണ്. ഇവിടെ നമുക്ക് ക്ലവർലി വില്ലേജിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ തരികയാണ്. ക്ലവർലി വില്ലേജ് ഒറിജിൻ ചെയ്തത് 13th സെഞ്ച്വറിയിലാണെന്നും അതിനുശേഷം അത് 18-19 സെഞ്ച്വറി ടൈമിൽ അതൊരു പ്രൈവറ്റ് ഓണർഷിപ്പിലേക്ക് പോയി എന്നും അതിൻ്റെ ഓണേഴ്സ് ഈ ഒരു വിക്ടോറിയൻ സ്റ്റൈലിൽ ഈ മൊത്തം വില്ലേജിനെ ഡിസൈൻ ചെയ്തു. അതിപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. ഇതിൽ റെസിഡൻസ് ആയിട്ടുള്ള ഒരു 300ഓളം ആൾക്കാരെ അവിടെ ഉള്ളൂ. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. ഇനി നമുക്ക് വില്ലേജിലേക്ക് പോയാലോ? വിസിറ്റർ സെൻറ്ററിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു സൈൻ ബോർഡ് കാണാം. അതിൽ നമുക്ക് ഡയറക്ഷൻസ് തരും. ഒരു റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ വില്ലേജിലേക്കുള്ള വഴിയും, ലെഫ്റ്റ് സൈഡിൽ നമ്മൾക്ക് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഇവരുടെ തന്നെ ഈ വില്ലേജേഴ്സ് തന്നെ നടത്തുന്ന അവരുടെ 2-3 സംരംഭങ്ങൾ അവിടെയുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ വില്ലേജിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം ഞങ്ങൾ വില്ലേജ് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഈ വഴി കാണുന്നുണ്ടല്ലോ അല്ലേ, ഇത് മുഴുവൻ ഉരുളൻ കല്ലുകൾ പതിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇച്ചിരി ദുഷ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ യൂസ് ചെയ്യുന്നത് ഈ സ്ലെഡ്ജസ്, അതാണ് ആ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ വസ്തുക്കൾ, സാധനങ്ങൾ, എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇവരത് താഴേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും.
പഴയ കാലങ്ങളിൽ അവർ യൂസ് ചെയ്തിരുന്നത് ഡോങ്കീസിനെ ആയിരുന്നു. ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് ഈ സ്ലെഡ്ജസ് ആണ്. ഡോങ്കീസിനെ ഇപ്പോൾ അവർ ജസ്റ്റ് അവരുടെ സ്റ്റേബിളിൽ അവരുടെ കൗതുകത്തിനായിട്ട് കാഴ്ചക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് നമുക്ക് ഈ പോകുന്ന വഴിയിൽ മുഴുവൻ കാണാൻ സാധിക്കും. എല്ലായിടത്തും നിന്ന് ഒരുപാട് പിക്ചേഴ്സ് ഞങ്ങൾ എടുത്തു. അതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ഇച്ചിരി ഗ്രിപ്പ് പിടിച്ച് വേണം നടക്കാൻ. ഞങ്ങൾ പോയത് മഴയൊന്നും ഉള്ള ടൈം ആയിരുന്നില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു വെതറായിരുന്നു. മഴക്കാലമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സൂക്ഷിച്ച് നടക്കേണ്ടി വരും. ബൂട്ട്സാണ് ഏറ്റവും കംഫർട്ടബിൾ. ഈ വഴിയരികിലെല്ലാം ഓരോരോ വീടുകളാണ്. ഇപ്പോൾ ഈ കാണാൻ പോകുന്ന വീട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ താമസിക്കുന്നവർ എന്ത് ലക്കിയാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കധികം ഡീപ്പായിട്ട് പോയി വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ബട്ട് അവിടെ നിന്നുള്ള വ്യൂ അതൊരു ഡ്രീം പോലെ തോന്നി. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവും. ഫോട്ടോസും എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നതൊക്കെ ഞാൻ ഫോട്ടോ എടുത്തിങ്ങനെ ഓൺ ദ വേ എവിടെ പോയാലും ഞാനിങ്ങനെ സ്റ്റക്കായി കുറച്ച് ടൈം എടുത്താണ് ചെല്ലുക. അപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡും മോളും എന്താ അങ്ങ് എനിക്ക് തോന്നുന്നു അവർ കുറേ മുന്നോട്ട് പോയി. പിന്നെ എൻ്റെ ചിന്ത, ഈ കല്ലുകൾ ഇവരെങ്ങനെയാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്നായിരുന്നു കേട്ടോ. കോൺക്രീറ്റിലായിരിക്കുമോ അറിയില്ല. എല്ലാ കാഴ്ചകളും നല്ല ബ്യൂട്ടിഫുൾ. ഇതൊരു അത്ഭുതം തന്നെ. നല്ലൊരു ക്യൂട്ട് ഡോഗിനെ കണ്ടു. ഞാൻ വ്യൂ ഒക്കെ നിന്ന് കണ്ട സമയത്തേക്കും ഹസ്ബൻഡും മോളും ഒക്കെ താഴെ എത്തി. അവർ എനിക്ക് തോന്നുന്നു അതിലും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എന്തോ കണ്ട് സ്ട്രക്കായിട്ട് നിൽക്കുവാണ്. ഈ റൈറ്റ് സൈഡിൽ വൈറ്റ് ബോർഡിൽ കാണുന്ന ഒരു മെമ്മോറിയലാണ്. ഈ വില്ലേജിനെ പുനരുദ്ധരിച്ചെടുത്ത ക്രിസ്റ്റീൻ ഹാംലിൻ എന്ന് പറയുന്ന ലേഡിയുടെ മെമ്മോറിയലാണത്. ബ്യൂട്ടിഫുൾ. ക്ലോവലിന്ന് നമ്മൾ ഇൻ്റർനെറ്റിൽ ഗൂഗിളിൽ എവിടെ സെർച്ച് ചെയ്താലും നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്. ഈ വ്യൂ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ വിഷ് ലിസ്റ്റിൽ പെട്ടൊരു കാര്യമായി മാറിയിരുന്നു. ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എവിടെ നിന്ന് അറിയത്തില്ല, അതുവരെ ക്ലൗഡ്സിനുള്ളിൽ ഇരുന്ന സൺ തെളിഞ്ഞു വന്ന് നല്ലൊരു ഫോട്ടോസ് ഞങ്ങൾക്ക് 3 പേർക്കും അവിടെ നിന്ന് എടുക്കാൻ പറ്റി. വി വർ എക്സ്ട്രീംലി ഹാപ്പി. ഇനി നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ കാണാവേ. ഈ റോഡിൻ്റെ 2 സൈഡിലും വീടുകളാണ്. ഓൾമോസ്റ്റ് എല്ലാ വീടുകളും വൈറ്റ് വാഷ്ഡ് ആണ്. അതേപോലെ എല്ലാത്തിനും ഡോർസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കളേഴ്സിലുള്ള ഡോർസാണ്. നല്ല ഗാർഡൻ ഉണ്ട് എല്ലാ വീടിനും. UK-യിലെ വെതർ പെട്ടെന്നാണ് ചേഞ്ച് ചെയ്യുന്നത്. തൊട്ട് മുമ്പ് വെയിലായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടൽ ഇൻ എന്താ കിട്ടുകയെന്ന് അറിയത്തില്ല, കയറി നോക്കാം. അവിടെ എല്ലായിടവും മിക്കയിടവും ഡോഗ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അവർ പെറ്റ്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും ഡോഗ്സിനെയും കൂടി. ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി ഫുഡ് കഴിച്ചു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോസ് എനിക്ക് അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. പിന്നെ അതുപോലെ ആൾക്കാരുടെ പ്രൈവസിയും ശ്രദ്ധിക്കേണ്ടി വന്നു. മഴ കഴിഞ്ഞു കേട്ടോ. ഇനി പോകുന്നത് അവിടുത്തെ എക്സിബിഷൻ മ്യൂസിയം സെറ്റപ്പിലുള്ള 2 വീടുകളിലേക്കാണ്. ഒന്ന് ഒരു ചാൾസ് കിങ്സ്ലി എന്ന് പറഞ്ഞൊരു ഓഥറിൻ്റെ വീടും മറ്റൊന്ന് ഒരു ഫിഷർമാൻസ് കോട്ടേജ്. അങ്ങനെ ഇപ്പോൾ 2 വീടുകളും നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വില്ലേജിൻ്റെ ഫർദർ ഹിസ്റ്ററി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഫിഷർമാൻ കോട്ടേജ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിലെ ലിവിങ് റൂമും ഇത് മുകളിൽ ഉള്ളവരുടെ ഒരു ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം. ഇത് കുട്ടികളുടെ റൂം. ഇനി വേറൊരു റൂം ഒരു ആറ്റിക് പോലെ മുകളിലേക്കാണ്. അതാണ് കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അവർ കിടക്കുന്ന റൂം. ഈ കാണുന്നത് ലിവിങ് റൂമിലുള്ള ഒരു വെല്ലാണ്, ഒരു കിണർ. കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഫിഷർമാൻസ് കോട്ടേജിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോയും എടുത്തു.
Then it was selfie time. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോരാൻ തോന്നുന്നില്ലായിരുന്നു. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലം കണ്ടിട്ടില്ല. അവിടെ കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ആ ബ്ലൂവും ഗ്രീനും ഒക്കെ അങ്ങോട്ട് ചേർന്നിട്ടുള്ള അതിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലവേഴ്സും ആ കാറ്റും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ഒരു മെസ്മറൈസിങ് മൊമെൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സ്ഥലം വിട്ടു പോരാൻ? ക്ലവ്ലി ഒരുപാട് മൂവീസിൽ വന്നിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇംഗ്ലീഷ് മൂവീസാണ് കേട്ടോ, ഓഫ് കോഴ്സ്. അതിൽ കുറച്ച് മൂവീസിൻ്റെ നെയിംസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഹാർബർ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ അടുത്ത റെഡ് ലയൺ ഹോട്ടൽ ഉള്ളത്. ഇതിപ്പോൾ ലോ ടൈഡ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് അവിടെയൊക്കെ ക്ലിയർ ആയിട്ട് വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. ഹൈ ടൈഡ് ഉള്ളപ്പം ഈ ബോട്ടൊക്കെ വെള്ളത്തിലാണ്. ആ കാണുന്ന വീടുകളിലും താമസമുണ്ട്. ബി പ്രിപ്പയർഡ്. ഇനി നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഓഡിയോ കേൾക്കാം. ഒരു ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടാണെങ്കിൽ അത് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. പ്ലീസ് ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കണ്ടത് UK തന്നെ മറ്റൊരു റീജിയനായ വെയിൽസ് ആണ്. അപ്പം ഞങ്ങൾ ഇംഗ്ലണ്ടിലാണ് നിൽക്കുന്നത്, അപ്പുറത്ത് കാണുന്നത് വെയിൽസ്. ഈ പെബിൾസിൻ്റെ മുകളിൽ കൂടെ നടന്നുള്ള ഈ യാത്ര അതൊരു ബോണസ് കാഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ്. അതായത് ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുക, ഒരു സർപ്രൈസും കൂടി നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്ലവ്ലി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ലക്കി ആണെങ്കിൽ നമുക്ക് കാണാം. യെസ്, അതൊരു ബ്യൂട്ടിഫുൾ വാട്ടർഫോളാണ്. നമ്മളത് അവിടെ തീരെ പ്രതീക്ഷിച്ചില്ല, കാരണം അങ്ങനെ അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് അറിയത്തേ ഇല്ലായിരുന്നു. ഇതൊരു 30 ഫീറ്റ് ഹൈറ്റുള്ള ഒരു വാട്ടർഫോളാണ്. അത് മുകളിലുള്ള ആ വുഡ്ലാൻഡിൽ നിന്ന് വരുന്ന വാട്ടറാണ്, ഫ്രഷ് വാട്ടറാണ്.
ഇതൊരു പോപ്പുലർ ഫോട്ടോ സ്പോട്ടാണ്. മഴക്കാലത്ത് ഇതിലും ഫോഴ്സ്ഫുള്ളായിട്ടാണ് വീഴുന്നത്. ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇച്ചിരി ഒരു ഫീബിളാണ്. മഴക്കാലത്ത് ഇവിടെ ഈ വെള്ളം അതേപോലെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി കടലിൽ ജോയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ബട്ട് റൈറ്റ് നൗ മഴ കുറവായതുകൊണ്ട് വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട് ഇത് ഈ ഒരു സ്റ്റോണിൻ്റെ ഇടയ്ക്ക് വന്ന് എവിടെയോ ഒരിടത്ത് ഡിസപ്പിയർ ആവുകയാണ്. അവിടെ കുറച്ച് നേരം കൂടെ വിശ്രമിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഹാർബറിൻ്റെ സ്പോട്ടിലേക്ക് എത്തി. ഇനി അവിടുന്ന് റിട്ടേൺ പോരുകയാണ്. ടിക്കറ്റ്സൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് മുകളിലേക്ക് പോരാനായിട്ട് അവിടെയുള്ള ഒരു ഫെൻഡറിൽ കയറി. നാട്ടിലൊക്കെ ഉള്ള ജീപ്പിൻ്റെ ഓർമ്മ വന്നു. അതിൽ കുറച്ച് യാത്രക്കാരോടും കൂടി ഉണ്ടായിരുന്നു. ഒരു രസമുണ്ടായിരുന്നു. അത് ഹില്ല് കയറുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, നല്ലതായിരുന്നു. ഇനി നമ്മൾ ചെല്ലുന്നത് ആദ്യമേ കണ്ട സൈൻ ബോർഡിൻ്റെ അതേ ലൊക്കേഷനിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇനി പോകാനുള്ളത് അവിടെയുള്ള ഒരു സോപ്പ് കമ്പനി, പിന്നെ ഒരു പോട്രി ഷോപ്പ്, സിൽക്ക് എക്സിബിഷൻ, പിന്നെ ഡോങ്കി സ്റ്റേബിൾ. ഈ 4 ലൊക്കേഷൻസിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. 4 ലൊക്കേഷൻസ് അഥവാ 4 പ്ലേസസ്. വീണ്ടും ഈ പറഞ്ഞ ഷോപ്സൊക്കെ അവിടെ ഉള്ള റെസിഡൻസിൻ്റെ വരുമാന മാർഗമാണ്. അവർ തന്നെ റൺ ചെയ്യുന്ന ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് തിങ്സ് അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പോട്രി ഷോപ്പ് ഐ വുഡ് സേ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോപ്പ് ഷോപ്പും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് തരുന്ന ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഉള്ള അരോമ ഉള്ള ഒരു സോപ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരുണ്ടാക്കിയിട്ടുണ്ട്, ഹാൻഡ് മെയ്ഡ് ആയിരുന്നു. അതുകൊണ്ട് അതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും അവർ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളത് വാങ്ങി. ഇനി ഞങ്ങൾ പോയത് ഡോങ്കി സ്റ്റേബിൾസിലേക്കാണ് ആദ്യം. അപ്പോൾ അവിടെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇവർ പണ്ട് കാലത്ത് ഈ ക്ലോവലി വില്ലേജിൽ ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡോങ്കീസിനെ ആയിരുന്നു. ഇപ്പോൾ അവിടെ ഒരു 4 ഡോങ്കീസ് ഉണ്ട്. അവരുടെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഞാനത് ഇവിടെ സ്ക്രീനിലിടാം അവരുടെ പേര്. ആൽഫ്രഡ് എന്ന് പറഞ്ഞ പേര് മാത്രമേ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോങ്കീസിനെ അവിടെ വെറുതെ ഇങ്ങനെ നമുക്ക് കാണാനും പെറ്റ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ടവിടെ നിർത്തിയിട്ടുണ്ട്. അത് അവരുടെ സ്റ്റേബിളാണ്. ഇവിടെ ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ കിട്ടും. ഈ ഒരു സോപ്പ് ഷോപ്പിൽ നിന്ന് പല അറോമ ഉള്ള ഒരുപാട് സോപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സോപ്സ് അവിടെ നിന്ന് വാങ്ങി. അടുത്തതായിട്ട് പോട്രി ഷോപ്പിൽ പോയി. അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി. എല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. ഞങ്ങൾ 2-3 ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് ഷോപ്പ് ചെയ്തു. സിൽക്ക് എക്സിബിഷൻ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നി. ഇത് സിൽക്ക് വേം ആണ്. പിന്നീട് ഞങ്ങൾ പോയത് ക്ലോവലി കോട്ട് ഗാർഡൻസിലേക്കാണ്. ഇത് വേൾഡ് ഗാർഡൻ ആണ്. ഈ ഗാർഡന് ചുറ്റും മതിലാണ്. കടൽ തീരമായതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനൊന്നും അനുകൂലമായിട്ടുള്ളൊരു ക്ലൈമറ്റ് അല്ല അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവരവിടെ ഗ്രീൻ ഹൗസസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ചുറ്റും മതിലുള്ളതും. ഇവിടെ ഉണ്ടാകുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ തന്നെയാണ് അവരവിടെ ഉപയോഗിക്കുന്നതും. ഈ ട്രീ കണ്ടോ? ഇതൊരു മൾബറി ട്രീ ആണ്. ഇതാണ് ക്ലോവലി വില്ലേജിൻ്റെ സ്വന്തം ചർച്ച്, ഓൾ സെയിൻസ് ചർച്ച്. ഇത് ഏകദേശം 700 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ചർച്ചാണ്. ഇതിൻ്റെ ചില പാർട്സൊക്കെ 13th സെഞ്ച്വറി അല്ലെങ്കിൽ 11th 12th സെഞ്ച്വറിയിൽ നിർമ്മിച്ചതാണ്. ഈ സൺഡേയിൽ UK ഒരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. ക്ലോക്കിന് പകരം പഴയകാലത്ത് യൂസ് ചെയ്തിരുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ആ ബ്യൂട്ടിഫുൾ യാത്ര ഞങ്ങൾ ആ കോട്ട് ഹൗസിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡനും ആ വിശാലമായ കടലും താഴെയുള്ള ക്ലോവലി വില്ലേജും കണ്ട് ആസ്വദിച്ച് അവസാനിപ്പിച്ചു. സോ നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഓൾസോ subscribe to my channel. See you all in my next video. Bye.